മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട ഒരു അധ്യാപകനെ ഇവിടെ ആറ്റിങ്ങലുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലെ പ്രിൻസിപ്പൽ അദ്ദേഹം വിരമിക്കുന്നതിന് 2 ദിവസം മുമ്പ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ്. അപ്പൊ മുൻ മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ചില കാര്യങ്ങൾ വന്നിട്ടുള്ളപ്പോൾ സമാന നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു നയം തന്നെയാണ്. ഇത് കണ്ടായിരുന്നോ പോസ്റ്റ് കണ്ടായിരുന്നോ? നിങ്ങളിഞ്ഞ് പറ, നടപടി എടുക്കണ്ടേ? KSRTCയിൽ ഒരു ജീവനക്കാരിട്ടിരിക്കുന്ന പോസ്റ്റ്, എൻ്റെ മുഖം, നഗ്നനായൊരു പുരുഷൻ്റെ ബോഡി, അത് വെച്ചിട്ട് KSRTCയിലൊരു ജീവനക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? എന്നോട് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതിൻ്റെ ഗൗരവമല്ല, അല്ലെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. വല്ല വിമർശനമോ വല്ലതൊക്കെ ആണെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. ഇതാണ് പോസ്റ്റ് ചെയ്തത്. ഇത് അനുവദിച്ചാൽ നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളെ പറ്റി ഇടും ആളുകൾ ഇല്ലേ? എന്തും ചെയ്യാം. നിങ്ങൾ ചോദിക്കുക, കേരളത്തിലെ പൊതുജനം വിലയിരുത്തട്ടെ. മുഖ്യമന്ത്രിയുടെ മുഖം വച്ചിട്ട് അടിയിൽ വേറെ വളരെ നെയ്ക്കഡായിരിക്കുന്ന ഒരു പുരുഷൻ്റെ ശരീരഭാഗങ്ങൾ ചേർത്തിട്ടൊരു പടം ഇട്ടിരിക്കുക. ആ ആള് സർവീസിൽ 2 ദിവസം റിട്ടയർ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നാളെ നിങ്ങളുടെയൊക്കെ പടമായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ പടം. നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ പടം. ഈ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും സെക്രട്ടേറിയറ്റിലെ ഒരു വകുപ്പിനെതിരെ നിങ്ങളൊരു മാധ്യമ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ചിത്രം ഇട്ടാലോ, അപ്പോഴും ഞാൻ നടപടി എടുപ്പിക്കും. ഇത്രയുള്ള എനിക്ക് മറുപടി.